റെജി എന്നത് ലൂക്കോസ് നമ്മൾ കൂടി എന്തിനു ടെലിഫോണിലായിട്ട്. ശ്രീ പ്രതികരിക്കണം? റെജി ലൂക്കോസ്, കോൺഗ്രസിന്റെ സ്റ്റാൻഡ് ഇതാണ്. അത് നിങ്ങളെക്കാൾ ഉയർന്ന ഒരു സ്റ്റാൻഡുമാണ് കേട്ടോ. കാരണം നിങ്ങൾ ഇങ്ങനെ ഒരു ധാർമ്മികത കാണിച്ചിട്ടില്ല. പക്ഷേ രാഹുലിന്റെ കാര്യത്തിൽ കോൺഗ്രസ് ധാർമ്മികത കാട്ടി. ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു MLA സ്ഥാനത്ത് അദ്ദേഹം ഉണ്ട്, അത് ശരി തന്നെയാണ്. പക്ഷേ ബാക്കിയുള്ള പദവികളിൽ നിന്നെല്ലാം മാറ്റി പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിനെ അംഗീകരിച്ചേ പറ്റുകയുള്ളൂ. അപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണം വരുമ്പോൾ രാഹുൽ നേരിടട്ടെ എന്നാണ്. വകുപ്പുകൾ ശക്തമാവുകയാണെങ്കിൽ ആ സമയത്ത് പൊളിറ്റിക്കൽ സ്റ്റാൻഡ് പറയാമെന്നാണ്. അല്ല, ഇവിടെ മഞ്ജുഷ ശ്രദ്ധിക്കേണ്ടത്, ഈ കോൺഗ്രസ്സുകാർ ആദ്യം ബോധ്യപ്പെടുത്തേണ്ടത് അവരുടെ വനിതാ നേതാക്കന്മാരെയാണ്. ഉമാ തോമസ് MLA, അതുപോലെ ഘടകകക്ഷിയിലെ KK രമ, അതുപോലെ തന്നെ ഷാനിമോൾ ഉസ്മാൻ, ബിന്ദു കൃഷ്ണനെ പോലുള്ള മുതിർന്ന നേതാക്കള്, പിന്നെ അവരുടെ ഡിജിറ്റൽ ഹെഡിന്റെ സ്ഥാനം വഹിക്കുന്ന താര ജോസഫ് എന്ന് പറയുന്ന പെൺകുട്ടിയെ പോലുള്ളവരാണ്. അവരെയാണ് ഇവർ ആദ്യം ബോധ്യപ്പെടുത്തുന്നത്. ഞങ്ങളെയൊന്നും ബോധ്യപ്പെടുത്തുന്നുണ്ട്. പിന്നെ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ഈ കോൺഗ്രസിനെ കുറിച്ചൊരു ബോധ്യം വന്നു കഴിഞ്ഞു. അപ്പൊ അവര് തന്നെ ബഹുമാനപ്പെട്ട ഉമാ തോമസ് MLA കഴിഞ്ഞ ദിവസം പറഞ്ഞു, എന്റെ നിലപാടിൽ ഒരു അണുവിടെ മാറ്റമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആദ്യം അവരെ ബോധ്യപ്പെടുത്തട്ടെ, എന്നിട്ടാണ് ഇവരുടെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് പറയാനായിട്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇവരെവിടെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയിരിക്കുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിനെ തലോടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ സസ്പെൻഷൻ കൊടുത്തു. അതിനൊരു പീരീഡ് പോലും വെച്ചിട്ടില്ല. പീരീഡ് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മനുഷ്യന്റെ രാജിക്കത്ത് വാങ്ങിക്കേണ്ടി വരും. ഇദ്ദേഹത്തിനെ വീണ്ടും ഒരു രംഗത്ത് കൊണ്ടുവരാനുള്ള സാധ്യത കൂടുതലുള്ളത്. അതിന് കാരണം എന്തുകൊണ്ടാണ്? ഇദ്ദേഹത്തിനെ ഇവര് ഒഴിവാക്കുകയോ പാർട്ടി MLA സ്ഥാനത്ത് നിന്നും പിൻവലിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇദ്ദേഹം പുറത്തുവിടുന്ന ബോംബ് കൊടുക്കും. പക്ഷേ അവരുടെ ചില നേതാക്കന്മാരുടെ രാഷ്ട്രീയ ഭാഗ്യം പോലും തകരാറിലാക്കും. അത് നിസ്സംശയമല്ലേ. അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇയാളുമായിട്ടുള്ള വിഷയം വന്നപ്പോൾ എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് ഞങ്ങളെ പ്രകീർത്തിക്കുന്ന രീതിയിലുള്ള ഒരു നിലപാടുമായിട്ട് ഞങ്ങൾ വരും, ഘട്ടം 1 എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ കണകം പറഞ്ഞ് പിറ്റേ ദിവസം പറഞ്ഞ എന്താ, അദ്ദേഹത്തിനെ വേദനയോടുകൂടി മാത്രമാണ് സസ്പെൻഡ് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പൊ അതിലൊന്നും അർത്ഥം എന്താ? ഷാഹുൽ ബാഗൂട്ടത്തിന്റെ ഭീഷണിയിൽ ഇവർ വീഴേണ്ട വന്നു. അതുപോലെ തന്നെയാണ് ഷാഫി പറമ്പലിന്റെ അവസ്ഥ അത് തന്നെയാണ്. ഇതേ അവസ്ഥ തന്നെയാണ് ഈ കേരളത്തിലെ പല കോൺഗ്രസ്സുകാരുടെ അവസ്ഥ. ഇനി ഞാനത് ചോദിക്കട്ടെ, ബഹുമാനപ്പെട്ട മുരളീധരന്റെ നിലപാട് എന്തായിരുന്നു? രാവിലെയും വൈകുന്നേരം, പിറ്റേ ദിവസം രാവിലെ അങ്ങോട്ട് ഇങ്ങോട്ട് മാറി മറിയുക എന്നുള്ളതാണ്. ജോസഫ് വാഴക്കൻ എന്ന് പറയുന്ന നേതാവുണ്ട് ഇവർക്ക്. കേരളത്തിലെ വളരെ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള നേതാവാണ് ജോസഫ് വാഴക്കൻ. KPCC സെക്രട്ടറി ഓഫീസിന്റെ ചുമതലയുള്ള സെക്രട്ടറി ആയിരുന്നു. ദീർഘകാലം അവരുടെ വക്താവായിരുന്നു. മൂവാറ്റുപുഴ എന്നുള്ള MLA ആയിരുന്നു. അദ്ദേഹം എന്താ പറഞ്ഞത്? ഈ മനുഷ്യന്റെ രാഷ്ട്രീയ പ്രവർത്തനം പോലെ മാറ്റി നിർത്തണം, ഇദ്ദേഹത്തെ പോലെ ഒരാള് കോൺഗ്രസിന് വേണ്ട, MLA സ്ഥാനം രാജിവെപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഇവരെ പോലുള്ളവരെ ഈ നിലപാടും ഇതൊക്കെ പറയാനായിട്ട് CPM ആരാണ്? നിങ്ങൾ എന്ത് നടപടിയാണ്, ആർക്കെതിരെയാണ് എടുത്തിട്ടുള്ളത്? ഞങ്ങള് വളരെ കൃത്യമായി ഇവരാരോപിക്കുന്നവരെ കുറിച്ച് ഞങ്ങൾ കൃത്യമായ നടപടി എടുത്തിട്ടുണ്ട്. അതായത് പി ശശി കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന കാലത്താണ് അദ്ദേഹത്തെ കുറിച്ച് ഇതുവരെ തെളിവില്ലാത്തൊരു ആരോപണമായിട്ട് പുറത്തു വന്നു. ഒരു ആരോപണം അന്തരീക്ഷത്തിൽ വന്നപ്പോൾ തന്നെ പാർട്ടിയിൽ തന്നെ പുറത്താക്കി. 9 വർഷത്തിന് ശേഷമാണ് അദ്ദേഹത്തിനെ തിരിച്ചെടുത്തത്. PK ശശി MLA, അദ്ദേഹത്തെ കുറിച്ച് ഒരു ആരോപണം അന്തരീക്ഷത്തിൽ വന്നപ്പോൾ തന്നെ അദ്ദേഹത്തിനെ പാർട്ടിയിൽ നിന്നും ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് താത്തി. 2ാം വട്ടം അദ്ദേഹത്തിന് സീറ്റ് നൽകിയില്ല. ഇങ്ങനെയുള്ള നടപടികളെടുത്തിട്ട് CPM-നെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് ആക്ഷേപമുള്ളത് പറയൂ. അത് തന്നെയുമല്ല, CPM-ലെ ഏതെങ്കിലും ഒരു നേതാവിനെ കുറിച്ച് ഈ രീതിയിൽ ഇന്ത്യയിലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നിരിക്കുന്ന സമാനമായ കാര്യങ്ങൾ തന്നെയായിരുന്നു കടകംപള്ളി സുരേന്ദ്രനെതിരെയുള്ള ഒരു ഫോൺ സംഭാഷണം വന്നത്. അതിനുശേഷം മുകേഷിനെതിരെ ഉള്ള വെളിപ്പെടുത്തൽ വന്നത്. ഈ സമയത്തൊക്കെ എന്ത് നടപടിയെടുത്തു എന്ന് പറയൂ. സമീപകാലത്തെ സംഭവങ്ങളിലേക്ക് പോകൂ. ഈ 2 കാര്യങ്ങളിൽ എന്ത് നടപടിയെടുത്തു? അതുമായിട്ട് താരതമ്യപ്പെടുത്താം രാഹുലിന്റെ കാര്യത്തിലുള്ള ആരോപണങ്ങളെയും. അപ്പോൾ അതിൽ കോൺഗ്രസ് നടപടിയെടുത്തു. പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ മാറ്റി നിർത്തുക തന്നെയാണ്. MLA സ്ഥാനം രാജിവെപ്പിച്ചില്ല, അത് ശരി തന്നെയാണ്. അത് ചോദിക്കുവാൻ പൊതുസമൂഹത്തിന് അർഹതയുണ്ട്, എന്തുകൊണ്ട് കോൺഗ്രസ് MLA സ്ഥാനത്ത് നിന്ന് രാഹുലിനെ രാജിവെപ്പിച്ചില്ല എന്ന്. പക്ഷെ CPM-ന് അതിന് അർഹതയില്ലെന്നേ. അല്ല, ആ അർഹതയുടെ മാനദണ്ഡം നിങ്ങൾ തീരുമാനിക്കുന്നത്. കടകംപള്ളി സുരേന്ദ്രനെ പോലുള്ളവരെ കുറിച്ചുള്ള ആരോപണം വന്നപ്പോൾ അത് വ്യാജ ആരോപണമാണെന്നും അത് തെളിയിക്കാൻ സാധിക്കാത്തതാണെന്നുള്ള വസ്തുതാപരമായിട്ടുള്ള സംഭവം കേരളത്തിന് മുമ്പിലുണ്ട്. അതുകൊണ്ടല്ലേ അദ്ദേഹം അധിശുദ്ധി വരുത്തി വീണ്ടും അദ്ദേഹം MLA ആയത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ, അല്ലല്ല അതിൽ ഒന്നിച്ചു നിന്നു എന്നുള്ള കാര്യം ഞാൻ മാനിക്കുന്നു. CPM ഒറ്റക്കെട്ടായിട്ട് കടകംപള്ളി സുരേന്ദ്രനെ അനുകൂലിച്ചു. പക്ഷേ അഗ്നിശുദ്ധി വരുത്തിയൊന്നും പറയേണ്ട. അദ്ദേഹം അതിനെതിരെ ഒരു മാനനഷ്ട കേസ് പോലും കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. മാത്രമല്ല പാർട്ടി തന്നെ അദ്ദേഹത്തിന് അനുമതി നൽകിയതാണ്. പക്ഷേ അങ്ങനെ ഒരു മാനനഷ്ട കേസ് ഞാൻ കണ്ടില്ല. താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ താങ്കൾക്ക് പറയാം. അപ്പോൾ അഗ്നിശുദ്ധിയുടെ കാര്യം പറയേണ്ട, അതിപ്പോഴും അന്തരീക്ഷത്തിലുണ്ട്. പിന്നെ ഒരു കാര്യം, പാർട്ടി ഒറ്റക്കെട്ടായി നിന്നു. ശ്രീ അനിൽ ബോസ്, നിങ്ങൾക്കത് സാധിച്ചിരുന്നില്ല. പാർട്ടിക്ക് തന്നെ ബോധ്യമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരനാണെന്ന്. അപ്പോൾ ആ ഒരു ചോദ്യം ഉന്നയിക്കാൻ പറ്റും ഇപ്പോഴും. എന്തുകൊണ്ട് MLA സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുന്നില്ല എന്നതിനെ പറ്റി ആരോപണം വരുമ്പോൾ ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച കാര്യം, ജോസഫ് വാഴക്കൻ, കോൺഗ്രസിന്റെ മഹിളാ നേതാക്കൾ, അവരൊക്കെ പരസ്യമായ ഒരു ആക്ഷേപത്തിൽ നിലപാട് പറഞ്ഞെന്നേ. ആ നിലപാട് പറയുമ്പോഴാണ് ഒരു പാർട്ടി അത് കേൾക്കുന്നത്. മനസ്സിലായില്ലേ?
കോൺഗ്രസ് പാർട്ടിയിലെ ഏത് നേതാവായാലും, അത് ആണായാലും പെണ്ണായാലും, അവര് ഒരു വിഷയം ഉയർന്നു വന്നപ്പോൾ എന്ത് നിലപാടാണ് എടുത്തത്? ആരോപണ വിധേയനെ സസ്പെൻഡ് ചെയ്യണമെന്നാണോ അവരെല്ലാരും പറഞ്ഞത്? അല്ലല്ലോ. അവരെല്ലാരും പറഞ്ഞത് ആരോപണ വിധേയനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് പറഞ്ഞത്. അത് പറയുമെന്നേ കോൺഗ്രസ്സുകാർ. അത് പറയും. അത് പറയാനുള്ള ആർജവം കോൺഗ്രസ് നേതാക്കൾക്കുണ്ട്. അതിനുള്ള സ്വാതന്ത്ര്യം ഞങ്ങളുടെ പാർട്ടി കൊടുക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു CPM-ന്റെ വനിതാ നേതാവിന് പറയാമോ മുകേഷിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് പറയാനുള്ള നട്ടലുറപ്പുണ്ടോ? പറ നിങ്ങൾ. കടകംപള്ളിയുടെ കാര്യത്തെക്കുറിച്ച് താങ്കൾ തന്നെ ഇവിടെ സൂചിപ്പിച്ചു. തോമസ് ഐസക്കിനെ എന്താ താങ്കൾ വിട്ടുകളഞ്ഞത്? അപ്പൊ ഇങ്ങനെ വന്നിട്ടുള്ള, ഇപ്പോഴും അനുദിനം വന്നുകൊണ്ടിരിക്കുന്ന, ഇപ്പൊ കായംകുളത്ത് ഒരു DYFI നേതാവിന്റെ പുറത്തു വന്നിരിക്കുന്നു. എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? അങ്ങനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വന്നുകൊണ്ടിരിക്കുന്നു. ഏതെങ്കിലും ഒരു നേതാവ്, CPM-ന്റെ ഒരു വനിതാ നേതാവ് അല്ലെങ്കിൽ ഒരു MLA ഉയർന്ന നിലവാരത്തിൽ ചിന്തിച്ചുകൊണ്ട് പാർട്ടി സഖാക്കളായിട്ടുള്ള സ്ത്രീകൾക്ക് നേരെ അതിക്രമം നടത്തിയ ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടാൻ ഒരു ജന്മം കൂടി ജനിക്കണമെന്ന്. പക്ഷെ കോൺഗ്രസിന്റെ വനിതാ നേതാക്കൾ കൃത്യമായ നിലപാട് പറഞ്ഞു. കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കൾ പറഞ്ഞു. അത് പാർട്ടി പരിശോധിക്കും. ആ അഭിപ്രായങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് പാർട്ടി എന്നുള്ള നിലയിൽ, അല്ലാതെ ഏകപക്ഷീയമായ ഒരു പ്രതിപക്ഷ നേതാവോ KPC പ്രസിഡന്റ് ഒറ്റയ്ക്കല്ല. കോൺഗ്രസിന്റെ വനിതാ നേതാക്കൾ പറയുന്ന അഭിപ്രായം, പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ പറയുന്ന അഭിപ്രായം, പൊതുസമൂഹത്തിൽ നിന്നും ഞങ്ങൾക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക്, ഇത്തരം കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ടാണ് ഞങ്ങൾ പ്രാഥമികമായി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഏറ്റവും സ്റ്റാർ പൊസിഷനാണ് അതിൽ നിന്ന് പുറത്താക്കുന്നത്, അതിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടാക്കുന്നത്, അതിനുശേഷം പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നടക്കം സസ്പെൻഡ് ചെയ്യുന്നത്, ഇനി പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് കളയുന്നത്. ഇതെല്ലാം ഈ വനിതാ നേതാക്കളുടെയും പാർട്ടി നേതാക്കളുടെയും പൊതുസമൂഹത്തിന്റെയും ഒബ്സർവേഷൻ കണക്കിലെടുത്താ കോൺഗ്രസ് പാർട്ടി ചെയ്യുന്നത്. അതിലെന്താ തെറ്റ്? പിന്നെ MLA സ്ഥാനം രാജിവെക്കുന്നത്. പറട്ടെ, ഇതൊരു ദിവസം കൊണ്ട് അവസാനിപ്പിക്കുന്നില്ലല്ലോ. കേസ് വരട്ടെ, ആക്ഷേപം വരട്ടെ, അതിന്റെ അകത്ത് വസ്തുതയുണ്ടെന്ന് ബോധ്യപ്പെടട്ടെ. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളിലേക്കൊക്കെ വരുമെന്നുള്ളതിന്റെ ബാക്കിയെല്ലാം ഞങ്ങൾ ചെയ്തു കഴിഞ്ഞല്ലോ. പിന്നെ നമ്മുടെ കൺമുമ്പിൽ റിട്ടേൺ ആയ ഒരു ഡോക്യുമെന്റ് ഇല്ലാതിരിക്കുകയും FIR ഇല്ലാതിരിക്കുകയും മുകേഷിനെ പോലുള്ള ആളുകൾ നേരിടുന്ന കേസുകൾ ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരാൾ രാജിവെക്കുക എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വിട്ടുകൊടുത്തു ഇപ്പോൾ. പക്ഷെ അങ്ങനെ സാഹചര്യം ഉണ്ടായാൽ അതിനൊന്നും കോൺഗ്രസ് മടിക്കില്ലെന്നേ. ഇതുവരെയുള്ള നിലപാടുകളിൽ നിന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടു. പിന്നെ കടകംപള്ളിക്ക് അഗ്നിശുദ്ധി വരുത്തി, തോമസ് ഐസക്കിന് അഗ്നിശുദ്ധി വരുത്തി, മുകേഷിന് അഗ്നിശുദ്ധി വരുത്തി. ആരാ? വനിതാ കമ്മീഷൻ ചെയർപേഴ്സണോ? കോടതി ശിക്ഷിച്ചാൽ മാത്രം രാജിവെച്ചാൽ മതി എന്ന് പറയുന്ന സതീദേവിയോ? ആരാ ഇവര് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്? തീവ്രത ഇളക്കാൻ പോയ ശ്രീമതിയോ അതോ AK ബാലനോ? ആരാ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്? അപ്പൊ ആ പറയുന്നതിലൊന്നും കാര്യമില്ല. അതേ കോൺഗ്രസ് ചെയ്തത് കേരളത്തിൽ ഒരു പൊതുമാതൃകയായി ഉയർന്നു വരും. ശരിയാണ്, അത് ഞാൻ അംഗീകരിക്കുകയാണ് കേട്ടോ ശ്രീ അനിൽ ബോസ്. കോൺഗ്രസ് അത്തരം കാര്യങ്ങൾ ചെയ്തത് പൊതുമാതൃക തന്നെയാണ്. കാരണം അത് CPM-ന് അതിൽ കൂടുതൽ പറയുവാനുള്ള ധാർമ്മികതയില്ല. അതാണ് ഞാൻ ശ്രീ റെജി ലൂക്കോസിനോട് പറഞ്ഞത്. റെജി, അത് ശരിയുമാണ് കേട്ടോ. കോൺഗ്രസിനേക്കാൾ കൂടുതൽ ധാർമ്മികത പറയുവാനായിട്ട് CPM-ന് ഈ വിഷയത്തിൽ അർഹതയില്ല എന്നാണ്. ആ ഒരു സ്റ്റാൻഡിൽ ഞാനും ഉറച്ചു നിൽക്കുകയാണ്. അതിനാണ് ഈ കടകംപള്ളിയുടെയൊക്കെ ഉദാഹരണം കൊണ്ടുവന്നത്, മുകേഷിന്റെയൊക്കെ ഉദാഹരണം കൊണ്ടുവന്നത്. പിന്നെ മറ്റൊരു കാര്യമുണ്ട്, ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുമ്പോഴൊക്കെ ഈ പരസ്യമായിട്ട് പിന്തുണ നൽകിയില്ലെങ്കിൽ പോലും രാഹുലിനൊരു പുറകിൽ നിന്നുള്ളൊരു സപ്പോർട്ട് എന്തായാലും കോൺഗ്രസിൽ ഉണ്ടാകും. അത് നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ല, അത് സ്വാഭാവികമാണ്. കാരണം ഈ രാഹുൽ മാങ്കൂട്ടത്തിന് സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ ഫോളോവേഴ്സ് ഉള്ളതാണ്. അവർ പിന്തുണയുമായിട്ട് രംഗത്തെത്തും. അതിപ്പോൾ കാണുന്നുമുണ്ട്. രാഹുലിന് അനുകൂലമായിട്ട് ജയ്വിളികളൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണുന്നുണ്ട്. അത് നമുക്ക് തടയാൻ പറ്റുകയില്ല. അത് കോൺഗ്രസ് പാർട്ടി ഇടപെട്ട് തടയുകയുമില്ല. അത് നമുക്ക് അറിയാവുന്ന കാര്യവുമാണ്. അപ്പോൾ റജി, ഇക്കാര്യത്തിൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണം എന്ന് പറയുന്നത് തന്നെ പുറത്തു നിന്നുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വന്നിട്ടുള്ളത്. ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇരകൾ എന്ന് നമുക്ക് പറയാവുന്ന